നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ഓയിലിന്, അതായത് കരിമംഗല്യം നിശേഷം മാറുന്ന എൻ്റെ ശുഭാസ് ബ്രൈറ്റനിങ് ഓയിലിൻ്റെ ഓഫർ കൊടുത്തിട്ടുള്ള സെക്കൻഡ് ഡേ ആകട്ടോ. അപ്പോൾ ഇന്നലെ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴാണ് ഞാൻ കൊടുക്കാം, ഓഫർ തന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരുപാട് ഓർഡർ വരുന്നുണ്ട്. അപ്പം ഇന്നും നാളെയും കൂടെയാണ് നമുക്ക് ഓഫർ ഉള്ളു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ചേച്ചി ആ ഓഫറിൽ തരുമോ, ഓഫർ അറിഞ്ഞില്ല എന്നൊന്നും പറയരുത്. എല്ലാ പ്രാവശ്യത്തെയും പോലെ നമ്മൾ കർക്കിടക മാസവും ഓണത്തിനും ഒക്കെ ഓഫർ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഡിസംബറിൽ ഓഫർ തരാമെന്ന് ഓർത്തിരുന്നപ്പോഴാണ് നിങ്ങൾ ചോദിച്ചതിന് പ്രകാരമാണ്. അപ്പം ഓയിൽ വാങ്ങിയിട്ടുള്ളവർ തന്നെയാണ് കേട്ടോ ഒരുപാട് വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യുന്നത്. എന്തായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പം ഓഫർ നന്നായിട്ട് നിങ്ങൾ വിനിയോഗിക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് ഓഫർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ എന്നെ ആരും ഫോൺ വിളിച്ച് ശുഭേ ഓയിലിന് എങ്ങനെയാണ് റേറ്റ്, എങ്ങനെയാണിത് കിട്ടുക, അങ്ങനെയൊന്നും ഫോൺ വിളിച്ച് ആരും ചോദിക്കരുത്. എല്ലാവരും വാട്സപ്പിൽ വരിക. എല്ലാവരും വാട്സപ്പിൽ വന്നിട്ട് ഹായ് വിട്ടാൽ മതി. ഞാൻ ഓയിലിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരാം. അപ്പം വാട്സപ്പിലാണ് എല്ലാം, വാട്സപ്പ് ഉള്ളിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയുമോ? ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് താമസിക്കാൻ കാര്യം, അല്ലെങ്കിൽ രാവിലെ ഇന്ന് ലോങ് വീഡിയോ ഇടണമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ നമ്മൾ ദീപാവലിയൊക്കെ അല്ലേ, എല്ലാവർക്കും ദീപാവലി ആശംസകൾ പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് എണ്ണയൊക്കെ തേച്ച് കുളിക്കേണ്ട ദിവസം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ദീപാവലി ദിവസം തലയിലും ഫുൾ ദേഹത്തും ബോഡിയെല്ലാം നമ്മൾ എണ്ണ തേച്ച് കുളിക്കേണ്ട ഒരു ദിവസമാണ് കേട്ടോ. ശരീരവും ബോഡിയെല്ലാം ഒന്നാകട്ടോ, അങ്ങനെ പറഞ്ഞു പോയതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കഴിഞ്ഞപ്പോൾ, അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ താമസിച്ചത് കേട്ടോ. താമസം എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈകിട്ട് ആ വീഡിയോ വരുന്നത്, ചിലപ്പോൾ നമ്മുടെ ഉച്ചയ്ക്ക് വരും. അങ്ങനെയൊക്കെയാണ് എൻ്റെ വീഡിയോയുടെ കാര്യം. എന്നാലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു പെഡിക്യൂർ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യുന്ന പെഡിക്യൂറിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ഇപ്പോഴും വാട്സപ്പിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ക്വസ്റ്റ്യനാണ്, ചേച്ചി മാനിക്യൂർ ചെയ്യുന്നതും കൂടെ വീട്ടിലിരുന്ന് ഈസി ആയിട്ട് മാനിക്യൂർ ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനെന്താ, കാണിച്ചു തരാമല്ലോ. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് നിങ്ങളുടെ കൈയും കാലും, നമ്മുടെ മുഖം പോലെ തന്നെ നമ്മുടെ കൈയും കാലും ഡ്രൈനസ് ഒന്നും വരാതെ നമ്മുടെ കൈയും കാലും നന്നായിട്ട് സൂക്ഷിക്കണം കേട്ടോ. ആ ഒരു ക്വസ്റ്റ്യൻ വന്നതിൽ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതിൽ പ്രായമായ ചേച്ചിമാരുണ്ട്, അനിയത്തിമാരുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. ഞാനത് നോക്കി കേട്ടോ. അപ്പം എല്ലാവർക്കും വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു ബേസിനെടുത്ത് വയ്ക്കുക, ചൂടുവെള്ളം എടുക്കുക, അതിലേക്ക് അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക, കല്ലുപ്പ് എടുക്കുക, സ്വല്പം മഞ്ഞൾപ്പൊടി എടുക്കുക. മഞ്ഞൾപ്പൊടി എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കൈക്കൊരിച്ചിട്ട് കളറൊക്കെ വരുവാണെങ്കിൽ വരട്ടെ, ടാനൊക്കെ മാറുവാണെങ്കിൽ മാറട്ടെ. അപ്പോൾ ഷാമ്പു, പിന്നെ വേണ്ടത് ഷാമ്പു. ഏത് ഷാമ്പു ആണെങ്കിലും കുഴപ്പമില്ല. ഞാൻ പെഡിക്യൂറിനകത്ത് ഷാമ്പു ഇടണമെന്ന് പറഞ്ഞപ്പോൾ ഏത് ഷാമ്പു ഇടണം, ഷാമ്പൂവിന് അങ്ങനെ വല്ലതും ഉണ്ടോ? നമ്മുടെ കാല് മുക്കി വെക്കാനുള്ളതല്ല ഞാനന്ന് കാണിച്ചു തന്നെ. ഏത് തരം ഷാമ്പു ആണെങ്കിലും വേണ്ടതല്ല കേട്ടോ. അപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഏത് ഷാമ്പു ആണെങ്കിലും ഒരടപ്പ് ഷാമ്പുവും കൂടെ ഒഴിച്ച് ഒന്ന് പതപ്പിച്ചിട്ട് കൈ നന്നായിട്ട് ഇങ്ങനെ മുക്കി വെക്കണം. കൈ നല്ലപോലെ ഇങ്ങനെ മുക്കി വെക്കണം കേട്ടോ. മുക്കി വെച്ചിട്ട് ആ മുക്കി വെച്ചുകൊണ്ടിരിക്കുന്ന സമയം നമുക്ക് ആ ഒരു പത കാണും ഷാമ്പൂവിൻ്റെ. അപ്പോൾ ഇതാ ഇങ്ങനെ ഒക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കാല് പെഡിക്യൂർ ചെയ്യാൻ നേരം ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ വെക്കണം. അതുപോലെ തന്നെ കൈയും ഇങ്ങനെ വയ്ക്കുക. പിന്നെ അതേ നമ്മുടെ നെയിലൊക്കെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. ആ നെയിലെ ചെളിയും ഒക്കെ ഒന്ന് പോകാൻ വേണ്ടി, ചെളിയല്ല നമുക്കറിയാമല്ലോ, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു 10 മിനിറ്റ് നേരം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ട് കൈ കഴിക്കുമ്പം അനക്കാതെ ഇങ്ങനെ നന്നായിട്ട് സോക്ക് ചെയ്ത് വെച്ചേക്കുക. അങ്ങനെ 10 മിനിറ്റ് കഴിയുമ്പം നമ്മുടെ കൈ അതിൽ നിന്ന് എടുത്തതിന് ശേഷം നിങ്ങളുടെ നെയിലിലൊക്കെ ഒത്തിരി നെയിൽ പോളിഷൊക്കെ ഉണ്ടെങ്കിൽ നെയിൽ പോളിഷ് റിമൂവർ എടുത്ത് ഒരു ചെറിയ കോട്ടൺ എടുക്കുക, അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള കോട്ടൺ തുണി എടുക്കുക. എന്നിട്ട് ഇതായി ഇങ്ങനെ നന്നായിട്ട് ആ നെയിൽ പോളിഷ് മുഴുവൻ റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ഒന്ന് വെള്ളത്തിൽ മുക്കി വെച്ചിട്ട്, അപ്പോൾ നമ്മുടെ നെയിലിൻ്റെ കട്ടിയെല്ലാം കുറഞ്ഞിരിക്കുന്ന ഒരു സന്ദർഭമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് വെള്ളത്തിനകത്ത് സോക്ക് ചെയ്ത് വെച്ചത് കൊണ്ട് നമ്മുടെ നഖമൊക്കെ ഒന്ന് കുതിർന്നിരിക്കുക. അപ്പോൾ നമ്മൾക്ക് നെയിൽ കട്ട് ചെയ്യാൻ ഈസിയാണ്. അപ്പോൾ നല്ല ഷേപ്പൊക്കെ കൊടുത്ത്, നെയിൽ ഫയൽ കയ്യിലുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക. നെയിൽ കട്ടർ കൊണ്ടാണെങ്കിൽ അങ്ങനെ നന്നായിട്ട് കട്ട് ചെയ്ത് നെയിലിനെ ഭംഗിയാക്കുക.
എന്നിട്ട് നമ്മുടെ ആ വെള്ളത്തിലേക്ക് വെച്ച് കൈയൊക്കെ ടവൽ കൊണ്ടൊന്ന് ഉപ്പിയിട്ട് നമുക്കൊരു സ്ക്രബ് കൊടുക്കണമല്ലോ കൈക്ക്. നമ്മുടെ കയ്യിലെ മുഖത്തെ ഡെഡ് സെൽസ് പോകാൻ നമ്മൾ സ്ക്രബ് ചെയ്യുന്നില്ലേ, അതുപോലെ തന്നെ നമ്മുടെ നഖത്തേലും ഡെഡ് സെൽസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതെല്ലാം മാറാനായിട്ട് പഞ്ചസാരയും പഞ്ചസാര എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു നാരങ്ങ ഫുള്ള് വേണം നമുക്ക് നമ്മുടെ മാനിക്യൂർ ചെയ്യാനായിട്ട്. അപ്പോൾ ഒരെണ്ണം നമ്മൾ അരമുറി എടുത്തിട്ട് ഇതിനകത്ത് വെള്ളം തയ്യാറാക്കിയപ്പോൾ ആ വെള്ളത്തിനകത്ത് ഒഴിച്ചു കൊടുത്തു. ബേസിനകത്ത് നമ്മൾ ഒഴിച്ചല്ലോ, പിന്നെ അരമുറി നമുക്ക് ബാക്കിയുണ്ട്. ആ അരമുറി ഈ പഞ്ചസാരയ്ക്കകത്തോട്ട് എടുത്തിട്ട് ഈ അരമുറി നാരങ്ങായും കൂടെ ഇങ്ങനെ പിഴിഞ്ഞൊഴിച്ചിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്യുക. നന്നായിട്ട് എല്ലാം നമ്മുടെ ഡെഡ് സെൽസും കാര്യങ്ങളും ഓരോ വിരലെടുത്തും ഇങ്ങനെ റൗണ്ട് മസാജ് കൊടുക്കുക. ഓരോ വിരളയിലും നമ്മൾ മസാജ് കൊടുക്കണം. ഓരോ വിരളിൻ്റെയും ഈ ഒരു പോർഷന് ഇവിടെ ഇങ്ങനെ നമ്മൾ മസാജ് കൊടുത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വലത് കൈയുടെ വിരളയിലും നമുക്ക് എല്ലാ വിരളയിലും നന്നായിട്ട് മസാജ് കൊടുക്കുക. ഇങ്ങനെ തിരുമുക, ഇങ്ങനെ തിരുമ്മി റൗണ്ട് മസാജ് കൊടുക്കുക. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ള അനുസരിച്ച് ചെയ്തു. നന്നായിട്ട് ഇങ്ങനത്തെ ഇങ്ങനെയുള്ള ഈ ചെറിയ മസാജൊക്കെ നമ്മുടെ ചുളിവുകൾ മാറ്റാനും സഹായിക്കും കേട്ടോ. ഇങ്ങനെ വിരലയിൽ നല്ല ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടി നമുക്ക് ചുളിവുകളൊക്കെ മാറാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇങ്ങനെ മസാജ് കൊടുക്കുക. മസാജ് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ തള്ള വിരലയിൽ നന്നായിട്ട് മസാജ് കൊടുക്കുക കേട്ടോ. ഈ തള്ള വിരലയിൽ നമ്മൾ ഒരു ജോലിയൊക്കെ എപ്പോഴും എനിക്കിപ്പം ഓയിലിൻ്റെ കുപ്പിയില്ലേ ഇങ്ങനെ അടച്ചിങ്ങനെ നല്ല ടൈറ്റായിട്ടുള്ള നമ്മൾ ലോക്കടപ്പാണല്ലോ, അതിങ്ങനെ അടച്ചടച്ചിട്ട് ഇവിടെ ഒരു തഴമ്പ് പോലെ വീണ് കേട്ടോ. അപ്പം ഞാനത് മനിക്യൂർ ചെയ്യുമ്പോൾ അത് നന്നായിട്ട് ഇവിടെ നന്നായിട്ട് സ്ക്രബ് ചെയ്യും. സ്ക്രബിങ് നല്ലതായാൽ നമ്മുടെ സ്കിന്നെല്ലാം ഒന്ന് സോഫ്റ്റ് ആവാനും, പ്രത്യേകിച്ച് നാരങ്ങാനീരും പഞ്ചസാരയും കൂടി ഇട്ട് സ്ക്രബ് ചെയ്താൽ നന്നായിട്ട് സ്കിന്നിനെ സോഫ്റ്റ് ആക്കാനും സഹായിക്കും. എന്നിട്ട് ഒരു 5 മിനിറ്റ് നേരം നന്നായിട്ട് സ്ക്രബിങ് കൊടുക്കുക. എന്നിട്ട് വീണ്ടും വെള്ളത്തിലേക്ക് മുക്കി വെക്കുക, ഇതെല്ലാം കളയുക. എന്നിട്ട് ടവലെടുത്ത് കൈ ഒപ്പുക. അപ്പോൾ തന്നെ നിങ്ങൾ കൈ ഇങ്ങനെ നോക്കിക്കുക എന്തുമാത്രം കൈ സോഫ്റ്റ് ആവുമെന്ന്. എൻ്റെ ഓയിൽ തേച്ചത് എൻ്റെ കൈയൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെ ആയിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോയെന്ന് അറിയത്തില്ല, എൻ്റെ കൈ നല്ല സോഫ്റ്റാണ് കേട്ടോ. ഞാൻ എന്നും ഓയിൽ തേച്ച് മസാജ് ചെയ്യാറുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ കയ്യിൽ അങ്ങനെ എൻ്റെ വലിയ ചുളിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത കൈയാണ് കേട്ടോ. പിന്നെ നമുക്കിനി ഒരു പായ്ക്ക് കൊടുക്കണമല്ലോ. ആ പായ്ക്കിനാവശ്യം കടലമാവ്, കുറച്ച് കടലമാവ്, തക്കാളി നീര്, തൈര്. കടലമാവ്, തക്കാളിയുടെ നീര്, തൈര്, ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കയ്യിലോട്ട് ഫുള്ള് തേച്ച് കൊടുക്കുക. നമ്മുടെ 2 കൈയിലും മാക്സിമം അകത്തും ഇരുന്നോട്ടെ, അകത്തും പുറത്തും എല്ലാം ഫുള്ള് തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം റെസ്റ്റ് കൊടുത്തിട്ട് നമ്മൾ ആ 10 മിനിറ്റ് കഴിഞ്ഞു. കടലമാവൊക്കെ നല്ല ഡ്രൈ ആയി. കടലമാവ് ഡ്രൈനസ് കൂട്ടുന്ന കാര്യമാണ്, അതുകൊണ്ടാണ് അതിൻ്റെ കൂടെ തക്കാളി നീരും തൈരും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കടലമാവിൻ്റെ കൂടെ ആ 2 എണ്ണം കൂടെ ആഡ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞു. കൈ നന്നായിട്ട് വാഷ് ചെയ്തു, ടവലിട്ട് ഉപ്പിക്കൊടുത്തു. ഇനി എന്താണ് വേണ്ടത്? മോയ്സ്ചറൈസർ. എന്തെങ്കിലും നിങ്ങളുടെ വീട്ടിലൊരു മോയ്സ്ചറൈസർ ഉണ്ടെങ്കിൽ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഓയിലാണേലും മതി. നമ്മൾ കുളിക്കുന്നതിന് മുന്നേ ഇത് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ മുഖത്തൊക്കെ ഓയിൽ തേക്കുന്ന ആളാണെങ്കിൽ അപ്പോൾ തന്നെ കയ്യിലും ഒന്ന് ഓയിലിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കൈക്ക് വന്ന മാറ്റം നിങ്ങളൊന്ന് നോക്കിക്കേ. നിങ്ങൾ നോക്ക് എന്ത് മാറ്റം നമ്മുടെ കൈക്ക് വന്നെന്ന്. നമ്മുടെ മുഖം പോലെ തന്നെ നമ്മുടെ കൈയും നമ്മുടെ കാലും നന്നായിട്ട് സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരാളെ കാണും ആദ്യമായിട്ട്, നമ്മൾ മുഖത്ത് നോക്കി സംസാരിക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ കൈയൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറില്ലേ. അപ്പം കൈയൊക്കെ നല്ല സോഫ്റ്റായിട്ടും കയ്യിലൊന്നും ഇങ്ങനെ ഡ്രൈനസ് വരാതെ, കയ്യിൽ ഇങ്ങനെ ചുളിവുകളൊക്കെ വരാതെ, നമ്മളെപ്പോഴും വെള്ളത്തിൽ കിടന്ന് പണിയുന്ന ആൾക്കാരല്ലേ, പാത്രം തേര അല്ലേ. അപ്പോൾ ആ പാത്രം തേക്കുമ്പോൾ നമ്മുടെ കൈ അങ്ങ് പരിപരിപ്പനാവാനും ചുളിവുകൾ വരാനും എന്തോരം ശക്തി കൂടിയ ഡിറ്റർജൻ്റ്
ഡിറ്റർജൻറ്റൊക്കെ ആയിരിക്കും നമ്മളിട്ട്, ഡിറ്റർജൻറ്റ് എന്ന് വെച്ചാൽ ഡിഷ് വാഷുകൾ നമ്മളിട്ട് നമ്മൾ പാത്രം തേക്കുന്ന. അപ്പോൾ നമ്മുടെ കൈ എപ്പോഴും ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം മാനിക്യൂർ ചെയ്ത് സുന്ദരമാക്കുക, കൈ നല്ല ഭംഗിയാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടണം കേട്ടോ. എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഇഷ്ടമായാൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നെ ഇഷ്ടമായാൽ, ഞാൻ ഇടുന്ന ടിപ്സൊക്കെ ഇഷ്ടമായാൽ എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ചിലർ പറയത്തില്ലേ വീഡിയോ കിട്ടുന്നില്ല ശുഭേ, ഇപ്പം വീഡിയോ ഒന്നും ഇടുന്നില്ലേ, അത് നോട്ടിഫിക്കേഷൻ വരാത്തത് കൊണ്ടാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ ഒന്നും കൂടെ എടുത്തു പറയുവാണ്, ഓയിലിന് നാളെയും കൂടെ ഓഫറുള്ളൂ. മാക്സിമം എല്ലാവരും വേണ്ടിയവർ വാങ്ങിക്കുക. അപ്പോൾ ബൈ.